ആവർത്തന പുസ്തകം 3:28. ഈ യോർദാൻ നീ കടക്കയില്ല. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് അടിമത്തത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് നിലവിളിച്ചപ്പോൾ ദൈവം മോശയെ വിളിച്ചു അവരെ പുറത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ മോശയ്ക്ക് ഉത്തരവാദിത്വം നൽകി. ദൈവം സകലവും പ്രവർത്തിച്ചു. എന്നാൽ മുൻപിൽ നിൽക്കുവാൻ ഉപയോഗിക്കപ്പെടുവാൻ ഒരു നേതാവ് വേണമായിരുന്നു. മോശയെ അതിനായി തിരഞ്ഞെടുത്തു. വാഗ്ദത്ത നാട്ടിലേക്ക്, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് അവരെ എത്തിക്കുവാനായിരുന്നു ദൈവിക പദ്ധതി. വാഗ്ദത്തം ജനങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ മോശെ അത് നോക്കിക്കണ്ടതല്ലാതെ അവിടെ ചെല്ലുവാൻ സാധിച്ചില്ല. ദൈവം മോശയോട് പറഞ്ഞു, ഈ യോർദാൻ നീ കടക്കയില്ല എന്ന്. മോശയ്ക്ക് അവിടെ എത്തുവാൻ സാധിച്ചില്ല. എന്നാൽ യോശുവയുടെ നേതൃത്വത്തിൽ ജനം എത്തി. 1 രാജാക്കന്മാർ 8:19. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. ദാവീദ് ആലയം പണിയാൻ വളരെ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ തീവ്രമായി ആഗ്രഹിച്ചു. ദാവീദിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ദൈവത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തി വചനത്തിലില്ല. എന്നാൽ തൻ്റെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചില്ല. ദൈവം ശലോമോനിൽ കൂടി അത് പണിതെടുത്തു. ആലയം പണിക്ക് ആവശ്യമുള്ളതിൽ അധികം വസ്തുക്കൾ ദാവീദ് സംഗ്രഹിച്ചു വെച്ചു. എന്നാൽ തൻ്റെ മകനാണ് ആലയം പണിയാൻ ദൈവം നിയോഗിച്ചത്. ദൈവം തൻ്റെ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി വ്യത്യസ്ത ആളുകളെ ഉപയോഗിക്കുന്നു. ലൂക്കോസ് 23:26 വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി എന്ന് നാം വായിക്കുന്നു. അദ്ദേഹം കർത്താവിൽ പ്രസിദ്ധനായില്ല. മർക്കോസ് 15:21 അദ്ദേഹം രൂഫോസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും പിതാവാണ് എന്ന് നാം വായിക്കുന്നു. റോമർ 16:13 കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ് എന്ന് പറഞ്ഞിരിക്കുന്നു. പിതാവ് ക്രൂശ് ചുമന്നു, മകൻ കർത്താവിൽ പ്രസിദ്ധനായി. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മുടെ കാലഘട്ടത്തിൽ നടന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കളിലൂടെ ദൈവം അത് നിവർത്തിക്കും. മോശയിൽ തുടങ്ങി യോശുവ നിവർത്തിച്ചു. ദാവീദിൽ തുടങ്ങി ശലോമോനിൽ നിവർത്തിച്ചു. ശിമോനിൽ തുടങ്ങി രൂഫോസിൽ നിവർത്തിച്ചു. ദൈവത്തിൽ നിന്ന് നാം കേട്ടത്, ദൈവം നമ്മോട് പറഞ്ഞതൊക്കെ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോസ്തലപ്രവൃത്തികൾ 2:39 വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നമ്മുടെ തലമുറകളും അതിൻ്റെ പങ്കാളികളായി തീരുകയും അവരിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുകയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി നടക്കപ്പെടുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.